അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പാർട്ടാണ് ഇത്. അതിൽ ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഡിസ്ക്രീറ്റിൽ രണ്ടെണ്ണം, ഒന്ന് ബൈനോമിയൽ അഥവാ ബെർണോളി ഡിസ്ട്രിബ്യൂഷനും രണ്ടാമത്തത് പോസോൺ ഡിസ്ട്രിബ്യൂഷനും. കണ്ടിന്യൂസിൽ ഒന്ന് നോർമൽ, അതിനെ എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, അതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എത്ര ട്രയലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയും, പ്രീവിയസ് ആയിട്ട് അറിയും. പക്ഷേ ഈ ട്രയലിൻ്റെ എണ്ണം റിയൽ ലൈഫിൽ നമുക്ക് അറിയണമെന്നില്ല. എത്ര ട്രയൽസ് നടത്തുന്നുണ്ട് എന്നുള്ളത് റിയൽ ലൈഫിൽ നമുക്കറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമുക്ക് ബി ഡി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പി ഡി അഥവാ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് പ്രീവിയസ് ആയിട്ട് അറിയുന്നില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബി ഡി. ബി ഡി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫോമാണ് ഈ പി ഡി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ പ്രത്യേകത, ബൈനോമിയലിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ എത്ര ട്രയൽ ഉണ്ട് എന്നറിയും, പക്ഷേ ഇതിലറിയില്ല പ്രീവിയസ് ആയിട്ട് ട്രയലുകൾ എത്രയുണ്ട് എന്നറിയില്ല. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരിക ഏതാ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് അറിയില്ല. ഇനി ഈ സാധനത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദ സിമൺ ഡെനീസ് പോസോൺ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അയാളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പേര് വന്നുള്ളത്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്നാണ്. ഇതിൽ ഓരോന്ന് എന്താന്ന് നോക്കിയാൽ ഇ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ എത്ര ട്രയലുകൾ നടത്തുന്നുണ്ട് എന്നാണ്. നല്ല സക്സസ്, ഒരു ട്രയലിൽ അതിൻ്റെ സക്സസ് എത്രയാണ്. ഈ സക്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും സക്സസ്. ഇപ്പം നമ്മളൊരു ലോട്ടറി എടുക്കുന്ന അതിൽ 2 കോടി അല്ലെങ്കിൽ 1 കോടി ലോട്ടറി ടിക്കറ്റുകളാണ് വിറ്റതെങ്കിൽ നമ്മുടെ ചാൻസ് 1 കോടിയിൽ 1 മാത്രമാണ്. അപ്പോൾ വളരെ ചെറിയ ചാൻസ് മാത്രമേ സക്സസ്സിനുള്ളൂ. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ്. എൻ ട്രയലുകളിൽ എത്ര സക്സസ് ഉണ്ട് എന്നാണ് നമ്മൾ ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അത് ടേബിളിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ ഇ ഈക്വൽ ടു 2.7183 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. പിന്നെ നമുക്ക് ഇതിൽ ഒരൊറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ ബി ഡിയിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, എന്നും പിയും. എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ട്രയൽസ്, പി എന്ന് പറഞ്ഞാൽ ഒരു ട്രയലിന് എത്രയാണ് അതിൻ്റെ സാധ്യത, സക്സസിൻ്റെ സാധ്യത എന്നാണ്. അത് വെച്ച് നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്നു. പക്ഷേ പാരാമീറ്റർ 2, ഇവിടെ പാരാമീറ്റർ 1, എം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, അവിടെ ചെയ്യേണ്ടത് പി ഡി എന്ന് പറയുന്ന സാധനമാണ്. കാരണം ആ തന്നിരിക്കുന്നത് മീനായിരിക്കും. എം എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ, അത് മീൻ ഓഫ് ദ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ നമുക്കുള്ളത് എം ആണ്. എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദ പോസോൺ ഡിസ്ട്രിബ്യൂഷനെയാണ്, അല്ലെങ്കിൽ മീൻ ഓഫ് ദ പി ഡി, അതിനെയാണ് നമ്മൾ എം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരൊറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നോർമൽ വന്നു കഴിഞ്ഞാൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബി ഡി വന്നു കഴിഞ്ഞാൽ 2 പാരാമീറ്റർ ഉണ്ട്. പി ഡിയിൽ അഥവാ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഒരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ, അതാണ് എം. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം, ഇവിടെ മൈനസ് ആണ്, മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇതിലുള്ള എല്ലാ സാധനവും ഇപ്പം നമുക്കറിയാം. ഇ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഇ എന്ന് പറഞ്ഞാൽ 2.7183 ആണ്. എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എൻ ട്രയലിലെ സക്സസ്, നമ്പർ ഓഫ് സക്സസ് ആണ് ആർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പി ഡി എന്നതിൻ്റെ ചുരുക്കം. ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. തിയറി ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് പി ഡിയുടെ പ്രോപ്പർട്ടി എന്താണ്? ഒന്നാമത്തത്, ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ക്രീറ്റിലാണ് നമ്മൾ 2 പഠിക്കുന്നത്. ബി ഡി ഡിസ്ക്രീറ്റ് ആണ്, പി ഡി ഡിസ്ക്രീറ്റ് ആണ്. എൻ ഡി അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ഡിസ്ക്രീറ്റ്, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തത് എം എന്ന് പറഞ്ഞാൽ മീൻ ആണ്, ഒരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ, ദാറ്റ് ഈസ്
PD is having a single parameter that is equal to m. ഇനി ആ m തന്നെയാണ് അതിൻ്റെ മീന്, ആ m തന്നെയാണ് അതിൻ്റെ വാരിയൻസ്. അപ്പോൾ m ഈക്വൽ ടു മീൻ ഈക്വൽ ടു വാരിയൻസ് എന്നാണ് പറയുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് m ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയാം നമുക്ക്, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തത് ഇറ്റ് ഹാസ് എ സിംഗിൾ പാരാമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു m. ദെൻ m ഈക്വൽ ടു വാരിയൻസ് ഈക്വൽ ടു മീൻ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അവിടെ തന്നെ നമ്മൾ ഒന്ന് ചെയ്താൽ, കാരണം അതിൻ്റെ റൂട്ടാണ്, വാരിയൻസിൻ്റെ റൂട്ടാണ് ഏത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ റൂട്ട് m ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന സാധനം. പിന്നെ ഉള്ളത് നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറിയിൽ ഫസ്റ്റ് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ റിലേറ്റീവ്ലി സ്മോൾ സക്സസ് സാധ്യതകൾ ഉള്ളതിനെയാണ് നമ്മൾ PD എന്നതിൽ പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണ്, ഒറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ, അതാണ് m. ആ m തന്നെയാണ് വാരിയൻസ്, ആ m തന്നെയാണ് മീൻ. അതിൻ്റെ റൂട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിലുള്ള സക്സസ് റിലേറ്റീവ്ലി സ്മോൾ ആണ് എന്നുള്ള ഇത്രയും കാര്യം നമുക്ക് ഇതിലുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നതിൽ പഠിക്കാനുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഒന്നോ രണ്ടോ ചെറിയ പ്രോബ്ലംസാണ്. പിന്നെ ഉള്ളത് ഫിറ്റിംഗ് PD എന്ന് പറയുന്ന ഒരു സാധനമാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാനുള്ളത് അല്ലെങ്കിൽ അതിലുള്ള നമ്പർ അല്ലെങ്കിൽ അതിൽ നമുക്ക് കാണുന്ന തിയററ്റിക്കലായിട്ടുള്ളതിന് പുറമെ ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്ന ഒന്നേ അറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്, ഒരു വാല്യൂലേ നമുക്ക് തന്നിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള സംശയം വരാം. അത് അധികവും പെർസെൻറ്റേജ് ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ 3%, ഒരു സക്സസ് 3% മാത്രമാണ് അല്ലെങ്കിൽ 2% മാത്രമാണ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ m എന്ന് പറയുന്ന സാധനം. ആ പെർസെൻറ്റേജ് ആണ് നമ്മുടെ m എന്ന് പറയുന്ന സാധനം. അത് വളരെ കുറവാണ്. ഇപ്പം 2% എന്ന് പറഞ്ഞാൽ 0.02 ആണ് വരിക നമുക്ക് അതിൻ്റെ വാല്യൂ. അപ്പോൾ വളരെ ചെറിയ ഒരു വാല്യൂ m ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം നമുക്കിവിടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതാണ് ഏത് നമ്മളെ PD എന്ന് പറയുന്ന സാധനം. പിന്നെ നമുക്ക് അവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടേരാം. ഇത്ര ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 1000 10,000 ഇത്ര ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ബൈനോമിയൽ അല്ല, അത് PD ആണ് എന്ന് കണക്കായിക്കൊള്ളാം. ബൈനോമിയൽ ആണെങ്കിൽ സക്സസും പിന്നെ അതുപോലെ തന്നെ ഫെയിലിയറും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഒരു PD അഥവാ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് നമ്മൾ കണക്കാക്കണം. ഇനി നമ്മൾ അതിൻ്റെ എന്താ സാധ്യതയുള്ള 1-2 ചെറിയ ക്വസ്റ്റ്യനാണ്. പിന്നെയുള്ളത് ഫിറ്റിംഗ് PD മാത്രമേ ഉള്ളൂ. ഇതിൽ വളരെ ചെറിയ പാർട്ടേ നമുക്ക് പഠിക്കാനുള്ളൂ. സാധ്യതയും കുറവ് തന്നെയാണ്. BDയും നോർമലുമാണ് നമുക്ക് കൂടുതൽ സാധ്യതയുള്ളത്. അത് വിചാരിച്ചിട്ട് PD വരില്ല എന്നില്ല. അതുകൊണ്ട് ഫിറ്റിംഗ് PDയും കൂടി നമ്മൾ പഠിക്കുന്നു. 1-2 ചെറിയ പ്രോബ്ലംസും അതുപോലെ തന്നെ ഫിറ്റിംഗ് PDയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസാണ് ഇതിൽ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാരാമീറ്ററേ ഉള്ളൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇത് പോസോണിലുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കാൻ അതിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു സാധനം കണ്ടാൽ അത് പോസോൺ ആണെന്ന് കണക്കായിക്കോളാം. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് കാണും. എന്നാൽ നേരത്തെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്കറിയാമെന്നാണ് അതിൽ പറയുന്നത്. ഈ 2 ക്വസ്റ്റ്യനിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഉള്ളത് പെർസെൻറ്റേജ് എന്ന് കാണും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ഇതാ, എ ഫ്രൂട്ട് സെല്ലർ ഫ്രം ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് നോസ് ദാറ്റ് 3% ഓഫ് ആപ്പിൾ ഇൻ ഈച്ച് ബാസ്ക്കറ്റ് വിൽ ബി ഡിഫക്റ്റീവ്. What is the probability that exactly 4 apple will be defective? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് 3% കാണുന്നുണ്ടോ? 3% എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്ന വിവരം ഇത് മാത്രം, 3% മാത്രമാണ്. അതിൽ നിന്ന് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കറിയാം ഓരോ ബാസ്ക്കറ്റിലും 3% ഡിഫക്റ്റീവാണ്. എന്നാൽ എക്സാക്ട്ലി 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസും ഇങ്ങനെ പെർസെൻറ്റേജും കാണുമ്പോൾ അത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിൽ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. P of R is equal to e raised to minus m into m raised to r divided by r factorial എന്നാണ്. ഇതിൽ നമുക്ക് m എന്ന് പറയുന്നതാണ് ഈ 3% എന്ന് പറഞ്ഞ സാധനം. എന്ന് പറഞ്ഞാൽ 100ൽ 3 എന്നാണ് അർത്ഥം. അപ്പോൾ 3% മാത്രമേ നമുക്ക് ഇവിടെ m ആയിട്ട്, അത് ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. ഇത് ഈ e raised to minus m എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. അത് e raised to -3 ആകാം, e raised to -4 ആകാം,
e⁻² ആകാം. ഏത് വാല്യൂ നമ്മൾ ടേബിളിൽ നോക്കിയിട്ടോ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ടോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പേജിൽ നടുക്കൊരു പാർട്ടുണ്ട് നമ്മുടെ ടേബിളിൽ. അതിൽ നമുക്ക് e⁻m വാല്യൂ ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ നാളെ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് e⁻m എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, e⁻m ഇൻറ്റു m⁻r ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ r = 4 ആയിട്ട് നമ്മൾ എടുക്കാം. എന്നാൽ 4 ആപ്പിൾ എക്സാക്ട്ലി 4 ആപ്പിൾ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി കാണുമ്പോൾ P(r) = 4 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ e⁻m കാരണം നമ്മളിവിടെ എത്രയാ 3% ആണ്, 3% ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് 3. അപ്പോൾ e⁻m എന്ന് പറയാം e⁻³ ഇൻറ്റു 3⁴. ഈ 4 എന്ന് പറയുന്നത് r ആണ്, r = 4 ആണ്. അപ്പോൾ 3⁴ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് e⁻³ വാല്യൂ ആണ് ഈ കിട്ടിയിട്ടുള്ള സാധനം 0.04979. ഇതാണ് നമ്മുടെ e⁻³ വാല്യൂ. ഇനി നിങ്ങൾ e⁻³ ആണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് എഴുതിയൊക്കെ വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഇൻറ്റു 3⁴ എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 അതാണ് ഇത് 81 എന്ന് പറയുന്ന സാധനം. ദെൻ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് 0.164 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ 4 എണ്ണം എക്സാക്ട്ലി 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് എത്ര 0.168 എന്ന് പറയുന്ന സാധനം. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യനിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ നോക്ക്, ഇറ്റ് ഈസ് നോൺ ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇവിടെ ഉണ്ട് ഏത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അവിടെ ഇയർലി 4 ആക്സിഡൻറ്റുകളാണ് നടക്കുന്നതെന്ന്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റുകളാണ് നടക്കുന്നതെന്ന് പറയാം. ഇനി find the probability that in a given year there will be less than 4 accident. അപ്പോൾ സാധാരണ നിലയിൽ ഒരു വർഷത്തിൽ ആ ഇൻഡസ്ട്രിയിൽ 4 ആക്സിഡൻറ്റുകളാണ് നടക്കുന്നത്. എന്നാൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇയറിൽ ലെസ് ദാൻ 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം ലെസ് ദാൻ 4 എന്നാണ് നമ്മളോട് ചോദിച്ചത്. നേരത്തെ എക്സാക്ട്ലി 4 എന്നാണ്. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇയറിൽ ആക്സിഡൻറ്റുകൾ നടക്കാതിരിക്കാം, ദാറ്റ് ഈസ് P(r) = 0. ഒരു ആക്സിഡൻറ്റ് നടക്കാം, P(r) = 1. ഓർ 2 ആക്സിഡൻറ്റുകൾ നടക്കാം, P(r) = 2. 3 ആക്സിഡൻറ്റുകൾ ഉണ്ടാകാം, അപ്പോൾ P(r) = 3. ലെസ് ദാൻ 4 എന്നാണ്. 4 ആൻഡ് ലെസ് ദാൻ 4 എന്നാണെങ്കിൽ നമുക്ക് P(r) = 4 കൂടി വേണം. പക്ഷേ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഏത് വരിക വേണ്ടു, P(r) = 3 വേണ്ടു. അപ്പോൾ നമ്മൾ ഓർ എന്ന് വരുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ആഡ് ചെയ്യാണ് വേണ്ടത്. ഓർ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ P(r) = 0, P(r) = 1, P(r) = 2, P(r) = 3 കാണാം. അപ്പോൾ ഓർ എന്ന് വന്നതുകൊണ്ട് P(r) = 0 ഓർ P(r) = 1 ഓർ P(r) = 2 ഓർ P(r) = 3 എന്ന് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂകളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ P(r) കാണാനുള്ള ഇക്വേഷൻ നേരത്തെ തന്നെയാണ് e⁻m ഇൻറ്റു m⁻r ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ആണ്. അപ്പം നമുക്കിവിടെ കാണേണ്ടത് ലെസ് ദാൻ 4 എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലെസ് ദാൻ 4 ആക്സിഡൻറ്റ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാകാം എന്നാൽ P(r) ലെസ് ദാൻ 4 ആണ്. ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ P(r) 0 ആകാം. കാരണം ആ ഇയറിൽ ഒരു ആക്സിഡൻറ്റുകൾ സംഭവിക്കാതിരിക്കാം. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം, 2 സംഭവിക്കാം, 3 സംഭവിക്കാം. അപ്പോൾ ഓർ എന്ന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ P(r) = 0, അതിൽ നമ്മൾ e⁻⁻4 ദാറ്റ് ഈസ് ഈ 4 എന്ന് പറയുന്നത് നമ്മൾ എന്താ m ആണ്, 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളെ മീൻ ആണ് ഏത് m, e⁻4 എന്ന് പറയുന്ന സാധനം. അപ്പോൾ e⁻⁻4 ആയതുകൊണ്ട് അല്ലെ -m ആയതുകൊണ്ട് അത് e⁻⁻4 ഇൻറ്റു 4⁻0 കാരണം r = 0 ആണ്. 4⁻0 ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ അഥവാ 0 ഫാക്ടോറിയൽ. ഇനി e⁻⁻4ൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അതിൻ്റെ വാല്യൂ ആണ് ഇത് 0.01832 എന്നത് നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. ഇൻറ്റു ദാറ്റ് ഈസ് 4⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്.
any number raised to 0 is equal to 1 divided by 0 factorial എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് e raised to minus 4ന്റെ വാല്യൂ ആണ് ഈ കിട്ടിയിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് 0.01832. then 4 raised to 0 is equal to 1 divided by 0 factorial is equal to 1. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആൻസർ കിട്ടും 0.01832 എന്ന് പറയുന്ന ആൻസറാണ് ഇതിൽ കിട്ടുക. ഇനി അടുത്തത് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈ വിലയ്ക്ക് വ്യത്യാസമേ ഇല്ല. ഒന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വിലയിൽ വ്യത്യാസമില്ല, കാരണം ഇ റേസ് ടു മൈനസ് എമ്മിൻ്റെ വാല്യൂ ആണിത്, -4ൻ്റെ വാല്യൂ ആണിത്. അപ്പോൾ ഇൻറ്റു 4 ഫാക്ടോറിയൽ 4 റേസ് ടു ആർ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 4 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ അഥവാ ആർ ഫാക്ടോറിയൽ. ഇനി ഇത് ഇ റേസ് ടു മൈനസ് എമ്മിൻ്റെ വാല്യൂ 0.01832 ഇൻറ്റു 4 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡഡ് ബൈ 1 റേസ് ടു 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ഇൻറ്റു 4 അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഇത്. അത് ഇതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഈ സാറ്. ഇനി നമുക്ക് വേണ്ടത് എന്താ ഇ റേസ് ടു പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2 കാണാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു 4 റേസ് ടു 2 ആണ്, 4 ഇൻറ്റു 4 റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വിലയിൽ വ്യത്യാസമില്ല 4ൻ്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 0.14656 ഇതാണ് അതിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ഇ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 3 കാണാം. ഇ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 3യിലും നമ്മൾ അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്, 4 ഇൻറ്റു 4 16 ഇൻറ്റു 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്നാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.19541. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താ വേണ്ടത് ലെസ് ദാൻ 4 എന്നാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള വാല്യൂകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ പി ഓഫ് ആർ ലെസ് ദാൻ 4 ആണ് കാണുന്നത്, ഈക്വൽ ടു 0.01832 പ്ലസ് ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യുക 0.07328 പ്ലസ് 0.14656 പ്ലസ് 0.19541. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് 4നേക്കാൾ കുറവ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ആ വർഷം ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി. നമുക്കതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 0.43357 ആണ് കിട്ടുക, 0.43357. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതുപോലെ അതെ പി ഡി അഥവാ പ്രോബബിലിറ്റി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നതാണ്, ഒന്ന് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും കിട്ടാതെ പെർസെൻറ്റേജിൽ ഏതെങ്കിലും ഒരു ചെറിയ വാല്യൂ മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അഥവാ പി ഡി ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സാധ്യതയുള്ളത് ഫിറ്റിംഗ് എ പി ഡി എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 8 കോയിനുകൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഏതായിട്ട് എടുത്തിട്ടുള്ളത് ഫിറ്റിംഗ് എ ബി ഡി എന്നതിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇവിടെ പി ഡി ഫിറ്റ് ചെയ്യലാണ്. അതിന് നമുക്ക് എം മാത്രമേ നമുക്ക് വേണ്ടൂ, വാല്യൂ ആയിട്ട് വേണ്ടൂ. ഈ എം അഥവാ എസ് എ ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ ഈ എം നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഈ എമ്മിനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ മീൻ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരികയാണെങ്കിൽ മീൻ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഫിറ്റിംഗ് എ പി ഡിയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ എ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓഫ് 100 pages was taken from a dictionary and it is observed that the frequency distribution of foreign words per page found to be as follows. എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറിയിൽ നമ്മൾ 100 പേജുകൾ കൺസിഡർ ചെയ്യാണ്. ആ 100 പേജുകളിൽ ഫോറിൻ വേർഡുകൾ എത്രമാത്രം ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നാണ്
നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക, എ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓഫ് 100 pages ഫ്രം എ ഡിക്ഷണറി. 100 പേജുകളാണ്, പേജസ് ഫ്രം എ ഡിക്ഷണറി. 100 പേജിൽ എത്രമാത്രം ഫോറിൻ വേർഡുകൾ വന്നിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്പർ ഓഫ് ഫോറിൻ വേർഡ്സ് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫോറിൻ വേർഡ്സിൽ 1, 0, 1, 2, 3, 4, 5, 6 എന്നാൽ ഓരോ പേജിൽ എത്ര വന്നിട്ടുണ്ട് എന്നാണ്. അതിന് നമ്മൾ 0 വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ് വരാത്തത് നമുക്കുള്ളത് 48 ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് വരും. പിന്നെ ഉള്ളത് 27 ഉണ്ട്, 12, 7, 4, 1, 1. അപ്പോൾ ഈ നമ്മൾ സാധാരണ നിലയിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലാസ് അല്ലെങ്കിൽ ഇവിടെ നമ്മളെ വാല്യൂവും ഇവിടെ ഫ്രീക്വൻസിയും വരുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് ഫ്രീക്വൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ ആദ്യം കുറവായിരിക്കും, അവസാനം കുറവായിരിക്കും, മധ്യത്തിലോട്ടായിരിക്കും എന്തെന്ന വേർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. നമ്മൾ അതിൽ നേരത്തെ പ്രോപ്പർട്ടിയിൽ എഴുതുമ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾ എഴുതിയിട്ട് ചേർക്കണം. കാരണം നമുക്ക് സ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇതാണ് ഒരു നോർമൽ കർവ് എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്, നോർമൽ കർവാണ്. ഇനി സ്ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറിക്കൽ സ്കില്ലിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാല് വലത് ഭാഗത്ത് അല്ലെങ്കിൽ വാല് ഇടത് ഭാഗത്ത് വരുന്നതിനാണ് സ്ക്യൂഡ് എന്ന് പറയാം. അപ്പം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ വാല്യൂ ആദ്യത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇവിടെ കണ്ടണ്ട നമ്മൾ 0 എന്ന് പറയുന്ന ഇതിനോട്. അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ മുട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ 48 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. പിന്നെ വരുന്ന വാല്യൂ എന്താ, ഒരു വാല് പോലെ നീണ്ടങ്ങോട്ട് പോവാണ്. കാരണം എന്നും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 1, 0 എന്നിങ്ങനെ ആയിട്ട് പോകും. ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മുടെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള സ്ക്യൂ ഉണ്ട്. ഇത് സിമെട്രിക് ആണ്, നോർമൽ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ്. ഇത് പോസിറ്റീവ്ലി സ്ക്യൂ എന്ന് പറയുന്ന സാധനമാണ്. ഇത് നെഗറ്റീവ്ലി സ്ക്യൂ എന്ന് പറയുന്നത്. എന്നാൽ വാല്യൂസ് ലാസ്റ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് സ്ക്യൂ. വാല്യൂസൊക്കെ ആദ്യം തല ഇടത് ഭാഗത്താണെങ്കിൽ ദാറ്റ് മീൻസ് വാല് എ ലോങ് ടെയിൽ ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. നമ്മുടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് സിമെട്രിക് എന്നാണ് പറയാം. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ സ്ക്യൂ ഇല്ല. നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വാല്യൂസ് എവിടെയുള്ളത്, ആദ്യം വാല്യൂസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. പിന്നെ ഒരു ലോങ് ടെയിലാണ് ഉണ്ടാവുക. നെഗറ്റീവ് അല്ല, നമ്മുടേത് ഏതാണ്, പോസിറ്റീവാണ്. ഇതാണ് പോസിറ്റീവ്ലി സ്ക്യൂ എന്ന് പറഞ്ഞ സാധനം. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം 0ലാണ് 48 നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അത് കുറഞ്ഞ് ഒരു വാലായി വരുന്ന കാണാം. അപ്പോൾ ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി യൂസിങ് PD എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നാ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി യൂസിങ് PD ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം നമ്മൾ എന്താണ് സ്ക്യൂ എന്ന് പറഞ്ഞതാണ്. കാരണം നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി എഴുതുമ്പോൾ സ്ക്യൂ എഴുതിനോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവിടെ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് PD എന്നതിൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൂടി നിങ്ങൾ ചേർക്കണം. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയാണ്, 100 പേജുകളാണ്. അപ്പോൾ n = 100. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പിയുടെ വാല്യൂവിനെ P(r)നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ
എൻ എത്രയാണോ വലിയ എൻ ആണ്, എൻ എത്രയാണോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഏത് കിട്ടുക, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുക. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഏതാ, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ആദ്യത്തെ കടമ എന്ന് പറഞ്ഞാൽ ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. എസ് സി ആയിട്ട് വരുന്നുണ്ടെങ്കിലാണ് ഇത് വരിക. നേരെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 വരിക ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എം നമുക്ക് വേണം. ഇ റേസ് ടു മൈനസ് എം എന്നല്ലേ പറഞ്ഞേ. ഇവിടെ നമ്മൾ എം എന്ന് പറയുന്ന സാധനത്തിന് കണ്ടുപിടിക്കണം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എക്സ് ബാർ എന്ന് പറയുന്ന സാധനമില്ലേ, അത് തന്നെയാണ് എം. മീനാണ്. മീൻ എന്ന് പറഞ്ഞാൽ എം അഥവാ എക്സ് ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബാർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്നാ, എക്സ് ബാർ അഥവാ എം ഈക്വൽ ടു സിഗ്മ. ഇവിടെ നമുക്ക് എഫും ഉണ്ട് എക്സും ഉണ്ട്. ഇത് എക്സ് ആണ്, ഇതെന്താ എക്സ് ആണ്, ഇതേതാ എഫ് ആണ്. ഇത് എക്സ്, ഇത് എഫ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്നാ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. എഫ് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ വലിയ എന്നാണ്, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എഫ് എക്സ് കണ്ടുപിടിക്കലാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എക്സ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ കോളം വൈസ് ആക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എഫ് എക്സ് നേരെ ചെയ്യാൻ പോവാണേ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനാ കുത്തനെയായിട്ട് കോളം വൈസ് ആയിട്ട് എഴുതുക. എന്നിട്ട് എഫിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 0 ആയിട്ട് മാറി. നമുക്ക് ചെറുതേ കിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 പേജുകളിലും ഫോറിൻ വേർഡുകളില്ല, അത് 0 ആണ്. അപ്പോൾ 48 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. 27 × 1 27, then 2 × 12 that is equal to 24, then 3 × 7 21, then 16 5 6. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ബാർ എന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു 27 + 24 + 21 + 16 + 5 + 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മളോട് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100. കാരണം ഈ 48 നമ്മൾ ഏതിൽ വരും, ഈ ടോട്ടലിൽ വരും. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 99 എന്നാണ് കിട്ടുക. 99. ഇതെല്ലാം കൂടി 27 24 21 16 5 6 എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 99 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99. ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്ന സാധനം. നമുക്കിവിടെ എം എന്ന് പറയുന്ന വാല്യൂ മാത്രമേ വേണ്ടൂ. അപ്പോൾ എം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ പോസ്റ്റോൺ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 വരിയാണ് നമുക്കുള്ളത്, 6 പേജുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2, അങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള എല്ലാ സാധനവും നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ എഴുതുന്നു, പി ഓഫ് ആർ ആണ് എഴുതുന്നത്, അല്ലെങ്കിൽ എക്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൽ 0 1 2 3 4 5 6. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ കാണുന്നത് പി ഓഫ് ആർ ആണ്. നമ്മൾ അടുത്ത കോളത്തിൽ കാണാം പി ഓഫ് ആർ. പി ഓഫ് ആർ എന്ന് പറയുന്ന സാധനമുണ്ട്, പി ഓഫ് ആർ. അപ്പം നെക്സ്റ്റ് കോളം നമുക്ക് പി ഓഫ് ആർ ആണ്. പി ഓഫ് ആർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതാം. എന്താ പി ഓഫ് ആർ കാണാനുള്ള ഇക്വേഷൻ, ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇതാണ് പി ഓഫ് ആർ കാണാനുള്ള ഇക്വേഷൻ. അടുത്ത കോളത്തിൽ നമ്മൾ എഴുതുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മുടെ അടുത്ത കോളത്തിൽ എഴുതും. അപ്പോൾ 3 കോളംസ് ആണ് നമുക്ക് ഫിറ്റിംഗ് ബൈനോമിയൽ ഉള്ളത്. അതുപോലെ തന്നെ ഫിറ്റിംഗ് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വരാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആറിന് പകരം എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ പി ഓഫ് ആർ ദാറ്റ് ഈസ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം, ഇ റേസ് ടു മൈനസ് എം എത്ര, ഇ റേസ് ടു 0.99 മൈനസ് 0.99 ഇൻറ്റു എം റേസ് ടു ആർ ദാറ്റ് ഈസ് 0.99 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഇങ്ങനെ ഉണ്ട്. ഇനി ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 ആണ് അടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു, ഇതിൽ വ്യത്യാസമില്ല, മൈനസ് 0.99 ഇൻറ്റു 0.99 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. ഇനി അടുത്തത് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2. പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 0.99 ഇൻറ്റു 0.99
റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഈ ആർ എന്ന് പറയുന്നത് ഇവിടെ 2 ആയിട്ട് വരും. ഇനി പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 3 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 0.99 ഇൻറ്റു 0.99 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇനി പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 4 equal to e raised to minus 0.99 into 0.99 raised to 4 divided by 4 factorial. Any p of r is equal to 5. നമ്മളിത് 5 ഇവിടെ എഴുതാം, 6 നമുക്ക് ഇവിടെ എഴുതാം. That is equal to e raised to minus 0.99 into 0.99 raised to 5 divided by 5 factorial. ഇനി പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 6 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 0.99 ഇൻറ്റു 0.99 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ. ഇതിൽ ഇ റേസ് ടു മൈനസ് 0.99ൻ്റെ വില നമുക്ക് കിട്ടുന്നത് 0.3716 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയാണ്. 0 എന്ന് പറയുന്നത് ഇത് എത്രയായിട്ടാ? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കുറച്ചും കൂടെ ഇതാ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്? 0.3716. നിങ്ങൾ ടേബിളിൽ നോക്കുക, കണ്ടുപിടിക്കുക. ഇത് ടേബിളിന് ഈ സാധനത്തിൻ്റെ വാല്യൂ ആയത് എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്, ഇതും എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതിന് 1 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് 0.99ൻ്റെ വാല്യൂ ആണ് 0.3716 എന്ന് പറയുന്ന സാധനം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 337.16 ഇതാണ് നമുക്ക് കിട്ടുക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 37.16 അഥവാ 37.2. ഇനി അടുത്തതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ബുക്കിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ടേബിളിൽ അഥവാ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 0.99 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 0.99 തന്നെയാണ്. അതിന് എന്ത് ചെയ്യുന്നു? 0.1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3679 എന്ന് പറയുന്ന സാധനം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.3679നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 100 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? n, വലിയ n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പി ഓഫ് ആറിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. പി ഓഫ് ആറ് ഇൻറ്റു 100 ആണിത്. 100 എന്ന് പറയുന്നത് എന്നാ? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 36.79 എന്നാണ് ആ വാല്യൂ. നെക്സ്റ്റ് നമുക്ക് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 0.1821 ആണ്. ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 0.1821 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 18.21. നെക്സ്റ്റ് പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 3യുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 0.0601 ആണ്. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ 0.0601 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.01. ഇനി പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 4ൻ്റെ വാല്യൂ 0.0149. ഇനി ഇതിനെ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 എന്നാണ് കിട്ടും. 1.49 എന്ന് കിട്ടും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്തത് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0029 ആണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.29 എന്നാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വാല്യൂ 0.0005 എന്നാണ്. അങ്ങനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.05 എന്നും കിട്ടും. ഇതാണ് നമ്മുടെ ഫിറ്റിംഗ് APD എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇനി ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ കൊണ്ട് ഇട്ടാൽ മതി. ഇനി ഇത് ആഡ് ചെയ്യലോ ഒന്നുമില്ല, കാരണം ഇത് ഫിറ്റിംഗ് ആണ്.
നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഹെഡുകൾ വരുന്ന ചാൻസുകൾ എത്രയാണെന്നുള്ളത്. ആ ഹെഡ് വരുന്ന ചാൻസിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അങ്ങനെ ഇടയിൽ ചെയ്തത്. അതുപോലെ തന്നെയാണ്, അതായത് 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1, 8 അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടില്ലേ, അതുപോലെ തന്നെ വെക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഫിറ്റിംഗ് എ PD ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ND അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിലാണ് ഇനി വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾ നേരത്തെ ആ ഡയഗ്രം ഓർമ്മയുണ്ടാവും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഡിസ്ക്രീറ്റ്, മറ്റത് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റിൽ 2 എണ്ണം, പോസോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും 2 കഴിഞ്ഞു. ഇനിയുള്ളത് കണ്ടിന്യൂസിൻ്റെ പാർട്ടിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. കണ്ടിന്യൂസിൽ 1 മാത്രമേ ഉള്ളൂ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ പിന്നെ കഴിഞ്ഞ സെമ്മിൻ്റെ പേപ്പറിൽ ചെയ്തിട്ടില്ലേ. ഇപ്പോൾ 0 to 10, 10 to 20, 20 to 30 എന്നിങ്ങനെ ക്ലാസ് വരുന്ന സാധനം അത് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ വരുന്ന സാധനമാണ് നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡി മോവിയർ എന്ന് പറയുന്ന ആളാണ്. അത് 1733 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ നേരത്തെ PDയെക്കാളും പിന്നെ അതുപോലെ തന്നെ BDയെക്കാളും മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനം. ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഒട്ടുമിക്ക ഡിസ്ട്രിബ്യൂഷൻസും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പോപ്പുലേഷൻ്റെ ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 to 10 ഇപ്പോൾ എടുക്കുകയാണ്. വയസ്സ് വരെയുള്ള ആളുകളുടെ എണ്ണം കുറവ്. ഇനിയിപ്പോൾ മധ്യത്തിലോട്ട് വരുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതൽ, പ്രായമായിട്ടുള്ളവർ വരുമ്പോൾ അതിൻ്റെ എണ്ണം കുറവ്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏത് നോക്കിക്കഴിഞ്ഞാലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. PDയുടെയും BDയുടെയും അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി ഒരു 10-14 പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നമ്മൾ ഓർമ്മിക്കുക, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോപ്പർട്ടിയെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ബെൽ ഷേപ്പ്ഡ് കേവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പോസിറ്റീവ്ലി സ്ക്യൂവും നെഗറ്റീവ്ലി സ്ക്യൂവും വരച്ചിട്ടുണ്ട്. ആ കേവിൻ്റെ ഷേപ്പ് ഈ കേവിൻ്റെ ഷേപ്പുമായിട്ട് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ബെൽ ഷേപ്പ്ഡ് കർവാണ്. ഈ കർവിന് എന്ത് പ്രത്യേകതയാണോ ഉള്ളത് അത് തന്നെയാണ് നമ്മളിവിടെ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാലും പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എന്തെയ്യുന്നു, ആദ്യം നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2, 8, 15, 7, 3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8, 2 എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വാല്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രലാണെന്ന് മാത്രമല്ല ഇത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡുമാണ്. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാം ഇതൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് മീൻ. മീൻ എന്ന് പറയുന്നത് ഈ നടുക്കായിരിക്കും നമ്മുടെ മീൻ എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഈസ് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡാണ് നമുക്ക് വരിക. എന്ന് പറഞ്ഞാൽ മീന് മീഡിയൻ മോഡ് തമ്മിൽ വ്യത്യാസമില്ല. അത് വരുന്നത് സെൻട്രലാണ്. ദാറ്റ് ഈസ് ഈ ഡിസ്ട്രിബ്യൂഷനിലെ നമ്മുടെ നോർമൽ കർവ് ഈസ് സിമെട്രിക് അബൌട്ട് ദ മീൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ബോത്ത് സൈഡ് കോയിൻസൈഡ് ഈച്ച് അതർ, എക്സാക്ട്ലി കോയിൻസൈഡ് ദ ബോത്ത് സൈഡ് ഓഫ് ദ നോർമൽ കർവ്. ദാറ്റ് മീൻസ് ഇഫ് വി നമ്മൾ ഫോൾഡ് ചെയ്യാണ് ഈ നോർമൽ കർവിനെ നമ്മൾ ഈ നടുക്ക് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ 2 ഭാഗവും എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്തിട്ട് കിടക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. 50% ഈ ഭാഗത്തും ഉണ്ടാവും, 50% ഈ ഭാഗത്തുണ്ടാകും. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മൊത്തത്തിൽ എന്തായിട്ടാണ് കാണുന്നത്, ദ ഏരിയ ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 100% എന്നാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ ഏരിയ 100% ആണ്. ഇനി മീൻ മീഡിയൻ മോഡ് ഒന്ന് തന്നെയാണ്. ഈ മീൻ മീഡിയൻ മോഡ് ഡിവൈഡ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു ഈക്വൽ പാർട്സ്, 2 ഈക്വൽ പാർട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബെൽ ഷേപ്പ്ഡ് ആണ്. അടുത്ത പോയിന്റ് ബെൽ ഷേപ്പ്ഡ് ആണ്. ഇത് ബോത്ത് സൈഡ് കോയിൻസൈഡ് എക്സാക്ട്ലി. ദെൻ ദ ഷേപ്പ് ഓഫ് ദ നോർമൽ കർവ് ഈസ്
ബെൽ ഷേപ്പ്ഡ്. ദെൻ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, ക്വാർട്ടൈൽസ് ആർ ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് 3 ക്വാർട്ടൈൽസാണ് ഉള്ളത്. അതെ, ഒന്ന് Q1, പിന്നെ Q2, പിന്നെ Q3, 3 ക്വാർട്ടൈൽസ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മുഴുവനായിട്ടുള്ള സാധനത്തിന് 2 ഈക്വൽ പാർട്ടായിട്ട് തരംതിരിക്കുന്നതാണ് Q2 എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് Q2 വരുന്നത്. Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. ഇവിടെ നമ്മൾ Q2 എന്ന് പറയുന്ന സാധനം എന്താ? മീഡിയൻ. എന്ന് പറഞ്ഞാൽ പകുതിക്കുള്ളതിനാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. ഇനി ഇക്യൂ ഡിസ്റ്റൻറ്റ് എന്താണെന്നാണ് നമ്മളുടെ ചോദ്യം. കാൽ ഭാഗമാണ് ഏത്? Q1 എന്ന് പറയുന്നത്. ആകെയുള്ള ഡിസ്ട്രിബ്യൂഷനെ നേരെ പകുതിയാക്കിയാൽ അത് Q2. അതാണ് മീഡിയൻ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഈ പകുതിയാണ് നമുക്ക് ഏത് വരിക? Q1 എന്ന് പറയുന്ന സാധനം വരിക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുക്കാൽ ഭാഗമാണ് ഏത്? Q3 എന്ന് പറയുന്ന സാധനം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് 25%, അതാണ് Q1. ഇവിടുന്ന് ഇവിടത്തേക്ക് 25, ഇവിടുന്ന് ഇവിടത്തേക്ക് 25, ഇവിടുന്ന് ഇവിടത്തേക്ക് 25. അങ്ങനെ 4 ഈക്വൽ പാർട്ടായിട്ട് ക്വാർട്ടൈലായിട്ട് തരംതിരിക്കണമെങ്കിൽ 3 ഭാഗത്തൂടെ നമുക്ക് പറ്റും. അതാണ് ഏത്? Q1, Q2, Q3. Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ, Q1 കാൽഭാഗം, പിന്നെ Q3 എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം, അഥവാ 75% ആണ്. ഇനി നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽസ് ആർ ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ എന്നാണ്. മീഡിയനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ് ഏതിനുള്ളത്? ക്വാർട്ടൈൽസിനുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് Q1 മൈനസ് ചെയ്താലും Q2ൽ നിന്ന് Q3 മൈനസ് ചെയ്താലും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. അതാണ് ഏത്? ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ എന്ന് പറയുന്നത്. Q2 മൈനസ് Q1 ഈക്വൽ ടു Q3 മൈനസ് Q2. അതാണ് ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ ടോട്ടൽ ഏരിയ ഓഫ് ദ നോർമൽ കർവ് ഈസ് 10%, അഥവാ 100%. ഇവിടുന്ന് മുതൽ ഇവിടെ വരേക്കുള്ള ഇതിനെ നമ്മൾ -ഇൻഫിനിറ്റി എന്നും ഇതിനെ നമ്മൾ പോസിറ്റീവ് അഥവാ +ഇൻഫിനിറ്റി എന്നാണ് പറയാം. അപ്പോൾ ഒരു നോർമൽ കർവ് -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെയാണ് കിടക്കുന്നത്. അവിടെ വരെയുള്ള ഏരിയ 100% നമ്മൾ എടുക്കുന്നത്. ഇത് തിയററ്റിക്കലായിട്ടാണ്. പക്ഷെ പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ μ-3σ ടു μ+3σ ആയിട്ടാണ് നമ്മൾ ഇതിനെ എടുക്കുക. കാരണം തിയററ്റിക്കലി ദ നോർമൽ കർവ് റേഞ്ച് ഫ്രം -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി, ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് μ-3σ പ്ലസ് ഇവിടെ നമ്മളിവിടെ μ- വരുമ്പോൾ ഇവിടെ എന്താ വരിക? μ+3σ എന്നാണ് വരിക. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ ലാസ്റ്റിലോട്ട് വരുന്നുണ്ട്. ഇനി ഓർഡിനേറ്റ് ഫ്രം ദ മീൻ ഡിവൈഡ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു 50%. അത് നമ്മൾ നേരത്തെ വരച്ചു കഴിഞ്ഞു. ഇതാണ് ഓർഡിനേറ്റ് ഫ്രം മീൻ എന്ന് പറയുന്നത്. മീനിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇത് നമ്മുടെ നോർമൽ കർവിനെ 2 ഈക്വൽ പാർട്ടായിട്ട് തരംതിരിക്കുന്നു. 2 ഈക്വൽ പാർട്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എത്ര ഉണ്ടാവുക? 50% ഉണ്ടാവുക. നമ്മളിനി അത് പ്രോബ്ലം ചെയ്യുമ്പോഴേ 0.5 ആയിട്ട് നമ്മളത് എടുക്കും. ഇനി ഹൈറ്റ് ഈസ് ദ മാക്സിമം അറ്റ് മീൻ. നമ്മുടെ ഈ നോർമൽ കർവിൻ്റെ ഹൈറ്റ് അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെ എവിടെയാണ് മീൻ? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ നോർമൽ കർവ് ഈസ് മാക്സിമം അറ്റ് ഇറ്റ്സ് മീൻ. ആ മീൻ ഏതിന് ഈക്വലാണ്? മീഡിയനും മോഡിനും ഈക്വലാണ്. ദെൻ ദ സിംഗിൾ മോഡ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മെസോകർട്ടിക് എന്നാണ് പറയാം. മെസോകർട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റികർട്ടിക്, മെസോകർട്ടിക് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർട്ടോസിസിൽ പഠിച്ചിട്ടുണ്ട്. ഈ കർട്ടോസിസിൽ നമ്മൾ ഹൈറ്റ് അളക്കുന്നതാണ് ഏത്? അല്ലെങ്കിൽ ടെയിലിൻ്റെ കട്ടി, അഥവാ നമ്മൾ എന്ത് പറയുന്നു, വാല് എത്രമാത്രം കട്ടിയുണ്ട് എന്ന് അളക്കുന്നതാണ് കർട്ടോസിസിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മെസോകർട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കർവ് എന്ന് പറയുന്നത് മെസോകർട്ടിക്കാണ്. നോർമൽ കർവിൻ്റെ ഷേപ്പ് മെസോകർട്ടിക് ആണ്. എന്ന് പറഞ്ഞാൽ അധികം ഉയർന്നിട്ടുമല്ല അധികം താഴ്ന്നിട്ടുമല്ല, മെസോകർട്ടിക് ഉണ്ട്. പിന്നെ എന്താ, ഈ വാലിന് കട്ടി കൂടിയിട്ട് വരുമ്പോൾ ഈ ഉയരം എന്ത് ചെയ്യും? നമ്മൾ താഴ്ന്നു വരും. ഇങ്ങനെ ഒന്നുണ്ട്. വാല് കട്ടി കുറഞ്ഞിട്ട് മേലോട്ട് ഉയർന്നിട്ട് പോകുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ സെമ്മിന് നമ്മൾ 3rd സെമ്മിന് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഒരു നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ മെസോകർട്ടിക് ആണ്. എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുന്ന സാധനമല്ല, അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് വരുന്ന പ്ലാറ്റികർട്ടിക്കോ അല്ല. അത് എന്താ പറയുക, നമ്മളതിന് മെസോകർട്ടിക് എന്ന് പറയുന്നത്
സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ഇത് മെസോകട്ടിക് ആണ്. എന്ന് പറഞ്ഞാൽ അധികം ഉയർന്നിട്ടോ അധികം ഫ്ലാറ്റ് ആയിട്ടോ നമ്മൾ വരയ്ക്കുന്നില്ല, പോസിറ്റീവാണ്. നമ്മളിപ്പോൾ വാലിന് കട്ടി കൂടിക്കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവ് കർട്ടോസിസ് എന്നും വാലിൻ്റെ കട്ടി കുറഞ്ഞാൽ അതിനെ നെഗറ്റീവ് കർട്ടോസിസ് എന്നാണ്. ഇത് രണ്ടുമല്ല, അതെന്താണ്, മെസോകട്ടിക് ആണ്. ഇതിനൊറ്റ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇറ്റ് ഈസ് ഹാവിങ് എ സിംഗിൾ മോഡ്, ഒരു മോഡ് മാത്രമേ ഉള്ളൂ. പലതിനും രണ്ടോ അല്ലെങ്കിൽ അധികമോ മോഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ മോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് വിഷമം ഉണ്ടായി വരാം. പക്ഷേ ഇവിടെ ഒറ്റ സിംഗിൾ മോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് മെസോകർട്ടിക് ആണ് എന്നും പറയാം. എന്നാൽ സിമെട്രിക് ആണ്, മെസോകർട്ടിക് ആണ്. പിന്നെ ഉള്ളത് നോ പോർഷൻ ലൈസ് ബിലോ ദ എക്സ് ആക്സിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ നോർമൽ കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും ഈ ആക്സിസിന് താഴോട്ടേക്കായിട്ട് അത് വരയ്ക്കാൻ പാടില്ല. നോ പോർഷൻ ഓഫ് ദ നോർമൽ കർവ് ഈസ് ബിലോ എക്സ് ആക്സിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ മേലെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിനോട് ടച്ച് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം ഇതിനോട് ടച്ച് ചെയ്യുന്നതായിട്ടല്ല നമ്മൾ പലപ്പോഴും വരയ്ക്കാറ്, ഇതുപോലെയാണ് വരയ്ക്കാറ്. പക്ഷേ ടച്ച് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ താഴോട്ടേക്ക് വരാൻ പാടില്ല. നോ പോർഷൻ ഓഫ് ദ നോർമൽ കർവ് ലൈസ് ബിലോ എക്സ് ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം മാക്സിമം വാല്യൂ നമ്മൾ എടുക്കുന്നത് ഏറ്റവും മിനിമം അത് 0 ആയിട്ട് എടുക്കുള്ളൂ, അതിനേക്കാളും താഴെ നമ്മൾ വാല്യൂ എടുക്കുന്നില്ല എന്നർത്ഥം. ഇനി റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്, റേഞ്ച് ഓഫ് ദ നോർമൽ കർവ് എവിടുന്ന് പോലെ എവിടെ വരിക, -∞ ടു +∞ ആണ്. ഇത് തിയററ്റിക്കലി. അപ്പം തിയററ്റിക്കലി ദ റേഞ്ച് ഓഫ് ദ normal curve lies between -∞ to +∞, but practically it range between the mu minus 3 sigma 2. അതാണ് ഇത്, mu minus 3 sigma to mu plus 3 sigma വരെ റേഞ്ച് ചെയ്ത് കിടക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടി പഠിക്കുന്നതിലൂടെ തന്നെ നമ്മൾ എന്തിനെ പഠിച്ചു കഴിഞ്ഞു, ഒരു നോർമൽ കർവ് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ നോർമൽ കർവ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക, നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സിമെട്രിക് ആയിട്ടുള്ളത് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിമെട്രി അല്ലെങ്കിൽ കർട്ടോസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ സെമ്മിനല്ല, കഴിഞ്ഞ 3rd സെമ്മിലേക്ക് പഠിച്ചിട്ടുണ്ട്. ആ കേവാണ് നമ്മളിപ്പോൾ പ്രോബ്ലത്തിന് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതാണ് നോർമൽ കർവ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൻ്റെ പ്രത്യേകതകൾ ഒന്ന് നിങ്ങൾ നോക്കുക. ആകെയുള്ള ഏതൊക്കെയാണ് ഇവിടെ പ്രത്യേകതകൾ, നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ കർവിനെ കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറയുള്ളൂ. നമ്മൾ പറഞ്ഞു ഇതിനെ നമ്മൾ -∞ ടു +∞ വരെ എടുക്കുന്നു. ആ ഏരിയനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, 100% എടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പാർട്ടല്ല, നമ്മൾ ഈ കർവിനുള്ളിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ ഏരിയ ഓഫ് ദ നോർമൽ കർവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എടുക്കുന്നത് 100%. ഇനി മീൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മളിവിടെ 0 ആയിട്ടാണ് എടുക്കുക. ഈ മീന് നമ്മുടെ ആകെയുള്ള ഏരിയയെ 2 ഈക്വൽ പാർട്ടായിട്ട് തരംതിരിക്കുന്നു. അത് ഒരു ഭാഗത്ത് 50%, ഈ ഭാഗത്ത് 50%. 50% എന്ന് പറഞ്ഞാൽ 50/100. അത് നമുക്ക് എത്ര കിട്ടാം, 0.5 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പം നോർമൽ കർവിൻ്റെ 2 ഭാഗങ്ങളിലുമായിട്ട് 0.5 ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാ, 1. അപ്പം നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ ടോട്ടൽ എത്ര എടുക്കുക, 1 എടുക്കുക. നമുക്കിനി ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഒക്കെ 1നേക്കാളും കുറവായിരിക്കും എന്നർത്ഥം. കാരണം പ്രോബബിലിറ്റിയുടെ മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് 1 ആണ്. അതെങ്ങനെയാണ് കിട്ടിയെന്നറിയാം. ഈ ഭാഗത്ത് 50%, ഈ ഭാഗത്ത് 50%. 50% എന്ന് പറഞ്ഞാൽ 0.5, ഈ ഭാഗത്ത് 0.5. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. അപ്പോൾ ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു 100%. ദെൻ ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. ഇനി മീൻ നമ്മളിവിടെ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത്. മീൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -∞ പോകും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ +∞ പോകും. അപ്പോൾ നമ്മൾ ലെസ് ദാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം, ഇടത് ഭാഗത്തോട്ട് പോകണം. മോർ ദാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലത് ഭാഗത്തോട്ട് പോകണം. അപ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഒന്ന്, ടോട്ടൽ ഏരിയ ഓഫ് ദ നോർമൽ കർവ് 100%. അത് മീൻ എന്ന് പറയുന്ന നടുക്കുള്ള ഓർഡിനേറ്റ് ഡിവൈഡ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്ട്. 50% ഓഫ് ദ ലെഫ്റ്റ് ഓഫ് ദ മീൻ ആൻഡ് 50% റൈറ്റ് ഓഫ് ദ മീൻ. ഈ 50% എന്ന് പറഞ്ഞാൽ അത് 0.5, ഈ 50% എന്ന് പറഞ്ഞാൽ 0.5. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.5 + 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് ഓർമ്മിക്കാം. ഇനി നമ്മളോട് കാണേണ്ട വാല്യൂ ലെസ് ദാൻ എന്നാണ് പറഞ്ഞതെങ്കിൽ, ഇപ്പം മീൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെസ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തോട്ടേക്ക് വരിക, ഇടത് ഭാഗത്തോട്ടേക്ക് വരും.
ലെസ് എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തോട്ടേക്ക് വരും, മോർ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും, വലത് ഭാഗത്തോട്ടേക്ക് പോകും. ഇത്രയും കാര്യം ഓർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാം. ഇനി ഇത് ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ എത്ര നോക്കിക്കഴിഞ്ഞാലും പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി ആദ്യം നമ്മൾ ഏരിയ ഓഫ് ദ നോർമൽ കർവാണ് പറയുന്നത്. ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സെഡ് എന്നാണ് ഇനി പറയാം. ഏരിയ ഓഫ് ദ നോർമൽ കർവ് ഈസ് ഈക്വൽ ടു സെഡ്. സെഡ് ഈസ് ഈക്വൽ ടു നമ്മളിത് മായ്ക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഇപ്പോൾ ബോർഡിൽ എഴുതിയില്ല, ചെറിയ ചെറിയതായതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങോട്ട് എഴുതിയേക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. ആകെ ഏരിയ 100, മീനിൻ്റെ ഇടതുഭാഗത്ത് 50, വലത് ഭാഗത്ത് 50, 50% എന്ന് പറഞ്ഞാൽ 0.5, വലത് ഭാഗത്തും 0.5. നമ്മളോടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ സെഡ് വാല്യൂ ആണ് നമ്മളോട് ഈ പറയുന്നത്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 കൂടുതലെന്നാണ് അർത്ഥം. സെഡ് എന്ന് പറയുന്നത് 1.8 കൂടുതൽ. ഇനി സെഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് സെഡ്. ഇവിടെയുള്ള വാല്യൂവിൽ ഇത് 0. ഇനി ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എവിടെ അടയാളപ്പെടുത്തണം, വലത് ഭാഗത്തേക്ക് അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വാല്യൂ 0.5, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് 0.5 ആണ് വാല്യൂ. നമുക്ക് ഇവിടെ വരെയുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന വാല്യൂ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് 1.8 ആണ്. ഇത് നമുക്ക് ഏത് വരെ പോകും, +∞ വരെ പോകും. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള വാല്യൂ സെഡ് എന്ന് പറയുന്നത് 1.8 കൂടുതലെന്നാണ്. കൂടുതലെന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തേക്ക് പോകും, റൈറ്റിലോട്ട് പോകും. ഇപ്പം നമുക്കറിയാം ഇതാകെ എത്രയാണ് 1 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5 ആണ്. നമ്മളോട് പറഞ്ഞത് സെറ്റിൻ്റെ വാല്യൂ 1.8 ശേഷമുള്ള ഏരിയ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിനിപ്പുറമുള്ള സെഡ് അല്ല കണ്ടുപിടിക്കേണ്ടത്. സെഡ് എന്ന് പറയുന്നത് 0.18 വലത് ഭാഗത്തുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായത് ഇത് നമ്മൾ ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യും. അല്ലെങ്കിൽ സെഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് ബാറും അല്ലെങ്കിൽ എക്സും മ്യൂ ഒക്കെ, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ ആണ്, എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പോപ്പുലേഷൻ മീൻ ആയതുകൊണ്ടാണ് അതിനെ മ്യൂ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇനി ഇവിടെ വേണ്ട, നമ്മളോട് പറഞ്ഞ സെറ്റിൻ്റെ വാല്യൂ 1.8 വലത് ഭാഗത്തേക്ക് കണ്ടുപിടിക്കണം. 2 കാര്യം നമ്മൾ ഓർമ്മിക്കാൻ പറഞ്ഞത്. 1.8 പോസിറ്റീവ് ആണെങ്കിൽ എവിടെ അടയാളപ്പെടുത്തുക, വലത് ഭാഗത്തേക്ക് അടയാളപ്പെടുത്തുക. ഇനി അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ വീണ്ടും എങ്ങോട്ടേക്ക് പോവാം, റൈറ്റിലോട്ട് പോവാം. നമ്മളോട് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഏരിയ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം, എന്തായാലും അത് 0.5 കുറവാണ്. 0.5 ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള ടേബിളിലുള്ള വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ. ടേബിളിൽ നോക്കുക, അതിൽ 1.8 എന്ന ഇടത് ഭാഗത്തുണ്ടാവും. അതിന് നേരെ നിങ്ങൾ ഏരിയയുടെ നേരെയുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് 0.4641. ഇത് ടേബിളിലുള്ള വാല്യൂ ആണ്. 1.8 ഏരിയ വാല്യൂ ആണ് 0.4641 എന്ന് പറയുന്ന സാധനം. എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവ്, 5 കുറച്ച് കുറവാണ് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് 0.5, അതിൽ നിന്ന് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ ആണ് 0.4641 എന്ന് പറയുന്ന സാധനം. അപ്പോൾ 5 ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ പാർട്ട് കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഗ്രേറ്റർ ദാൻ 1.8 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 0.5 നിന്ന് 0.4641 മൈനസ് ചെയ്യും. 0.5 അറിയാം, ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ ആണ് 0.5. അതിൽ നിന്ന് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് എന്നാൽ 0 മുതൽ 1.8 പോസിറ്റീവാണ്, അതുകൊണ്ടാണ് നമ്മൾ വലത് ഭാഗത്ത് അടയാളപ്പെടുത്തിയത്. നെഗറ്റീവ് ആണെങ്കിൽ ഇടത് ഭാഗത്താണ് അടയാളപ്പെടുത്തുക. അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് ഭാഗത്തേക്ക് പോയി. 2 കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ വലത് ഭാഗത്ത്, നെഗറ്റീവ് ആണെങ്കിൽ ഇടത് ഭാഗത്ത്. അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് പോവുക, അതിനേക്കാൾ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇടത് ഭാഗത്തേക്ക് അഥവാ ലെഫ്റ്റിലോട്ട് വരിക. ഇവിടെ നമ്മളോട് പറഞ്ഞത് 1.8 പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുക. ഇതിന് വലത് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് വലത് ഭാഗത്തേക്കുള്ള സാധനം. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5, അതിൽ നിന്ന് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 4641 മൈനസ് ചെയ്യാം. അപ്പോൾ 0.5 മൈനസ് 0.4641 ആണ്. അതിന് നമുക്ക് കിട്ടുക 9530.
ഇതാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ 0.0359 ആണ് നമ്മുടെ ഈ പോയിന്റ് പി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1.8 എന്നതിൻ്റെ ആൻസർ. അപ്പോൾ 0.0359 ഇത് -8 സാധനം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ലെസ് ദാൻ 1.5. ഇത് മൈനസ് ആയാൽ നമ്മൾ എവിടെ അടയാളപ്പെടുത്തേണ്ടത്? ഇടതുഭാഗത്ത്. മൈനസ് ആയാൽ ഇടതുഭാഗത്ത്, പോസിറ്റീവ് ആയാൽ വലതുഭാഗത്ത്. ഇതിനേക്കാൾ കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനേക്കാൾ കൂടുതൽ എന്നാണ് പറഞ്ഞത്. ഇതിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വരേണ്ടത്? ഇടതുഭാഗത്തോട്ട്. അപ്പം മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സീറോൻ്റെ ലെഫ്റ്റിലോട്ട് അടയാളപ്പെടുത്തി. അതിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും എങ്ങോട്ടേക്ക് വരിക? ഇടതുഭാഗത്തോട്ടേക്കാണ് വരേണ്ടത്. ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ളത് 0.5. അപ്പോൾ 0.5-ൽ നിന്ന് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ അതാണിത് 0.4332. മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ അടയാളപ്പെടുത്തുക? ഇത് മൈനസ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇടത്തോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറവ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ സെഡ് എന്ന് പറയുന്ന വാല്യൂ -1.5-നേക്കാൾ കുറവ് എന്നാണ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് വരണം. കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് പോകണം. കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് വരണം? ലെഫ്റ്റിലോട്ട് വരണം. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ ആണ് 0.4332 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് 0.5. അതിൽ നിന്ന് 0.4332 നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8660. അപ്പോൾ 0.0668 എന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് ഫൈൻഡ് പ്രോബിലിറ്റി ദാറ്റ് സെഡ് എന്ന് പറയുന്നത് 1.96-നേക്കാൾ കുറവാണ്. അപ്പോൾ 1.96 പോസിറ്റീവാണ്. നമ്മൾ എവിടെ അടയാളപ്പെടുത്തണം? വലതുഭാഗത്ത് അടയാളപ്പെടുത്തി. 1.96 വലതുഭാഗത്ത് അടയാളപ്പെടുത്തി. അതിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാം? നമ്മൾ ഇടതുഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യാം. 0. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 0.5, ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5. നമ്മളോട് ചോദിച്ച ചോദ്യം 1.96-നേക്കാളും കുറഞ്ഞിട്ടുള്ള എത്ര ഏരിയ ഉണ്ട് എന്നാ ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് 0.5 ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5 ആണ്. പക്ഷേ ഇവിടുന്ന് ഇവിടത്തേക്ക് 1.96-ലേക്കുള്ള ഏരിയ വാല്യൂ ആണ് 4750 എന്ന് പറയുന്ന സാധനം. നമുക്ക് വേണ്ടത് ഈ 1.96-ന് ഇടത് ഭാഗത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 0.5-ൻ്റെ കൂടെ ഇവിടുന്ന് ഇവിടത്തേക്ക് 1.96-ലേക്കുള്ള ഏരിയ വാല്യൂ ആയിട്ടുള്ള 0.4750 കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്താലേ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഒന്നുകൂടി നോക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5, ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5. നമുക്ക് കിട്ടാനുള്ള സാധനം പോസിറ്റീവാണ്. ഏതാത്? 1.96. അപ്പോൾ എവിടെ അടയാളപ്പെടുത്തണം? വലത് ഭാഗത്തോട്ട് അടയാളപ്പെടുത്തണം. ഇനി അതിനേക്കാൾ കുറവാണ് നമുക്ക് വേണ്ടത്, ലെഫ്റ്റാണ്. അപ്പോൾ ആ അടയാളപ്പെടുത്തി എടുക്കുകയെന്ന് ഇത് തുടങ്ങുന്നിടത്ത് വരെ -∞ വരെ പോവാം. അപ്പോൾ ആ പാർട്ട് നമ്മൾ എന്തെടുക്കുക? ഷെയ്ഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള ഏരിയ നമുക്ക് എത്രയാണ് കിട്ടുക നോക്കുക. അപ്പോൾ എത്രയായിട്ടാ? 0.5-ൻ്റെ കൂടെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വാല്യൂ ആയിട്ടുള്ള 0.4750 കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനിയപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാം 0.579. ദാറ്റ് ഈസ് 0.9750 എന്ന് പറയുന്ന അത്രയും ഏരിയയാണ്. ഇത് കുറച്ചേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പം 2-3 വിവിധ തരത്തിലുള്ള സാധനമാണ്. ഇതൊന്ന് റൈറ്റിലോട്ട് മാത്രം, ഇതൊന്ന് ലെഫ്റ്റിൽ അടയാളപ്പെടുത്തി ലെഫ്റ്റിലോട്ട് മാത്രം. ഇത് റൈറ്റിൽ അടയാളപ്പെടുത്തി റൈറ്റിലോട്ട് പോകുന്നു. ഇത് ലെഫ്റ്റിൽ അടയാളപ്പെടുത്തി ലെഫ്റ്റിലോട്ട് പോകുന്നു. ഇത് റൈറ്റിൽ അടയാളപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ട് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വലിയ ഏരിയ ഉണ്ടാവും. മാറിപ്പോകരുത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 0.5 ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള ഏരിയ വാല്യൂ ആണ് ഇത് 4750 എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടി കൂട്ടിയാലേ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള ഏരിയ വാല്യൂ കിട്ടുള്ളൂ. ഇനി വേറെ ഒന്ന് നമുക്ക് നോക്കുക. സെഡ് എന്ന് പറയുന്നത് -1.78-നും +1.78-നും നടുക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഇത് വരച്ചു കഴിഞ്ഞാലേ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഈ മൈനസും പോസിറ്റീവും വന്നെങ്കിൽ അത് ആഡ് ചെയ്യലായിരിക്കുമെന്ന് നിങ്ങൾ കണക്കാക്കണം. നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ 2 വാല്യൂകൾ കണ്ടിട്ട് അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം നടുക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 0 എന്ന് പറയുന്ന സാധനം. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ -1.78 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? +1.78 അടയാളപ്പെടുത്തി. നമുക്ക് വേണ്ടത് സെഡ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഒന്നുകൂടി ഉണ്ട്. ഇങ്ങനെയാണുള്ളത്. ഈ സെഡ് എന്ന് പറയുന്ന സാധനം ഇതിന് രണ്ടിനും നടുക്കാണുള്ളത്. ഓക്കെ അല്ലേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിന് രണ്ടിനും നടുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ട്. കാരണം ഇത് -1.78 ഇവിടെ അടയാളപ്പെടുത്തി, +1.78 റൈറ്റ് സൈഡിൽ അടയാളപ്പെടുത്തി. ഇതിനും രണ്ടിനും നടുക്കാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ഏരിയ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1.78ൻ്റെ ടേബിളിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് 1.78ൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ 0.4625 ആണ്. അത് തന്നെയാണ് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ളത്. എത്രയാണ്? 0.4625 തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ചെയ്താൽ 0.4625 കിട്ടി. ഇനി ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, ഈ രണ്ട് 0.4625 കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യും. അപ്പോൾ സെറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ പ്രോബബിലിറ്റിയാണ് കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4625 പ്ലസ് 0.4625. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4625 പ്ലസ് 4625. ദാറ്റ് ഈസ് ഈക്വൽ ടു 9250. 0.9250 ആണ് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ. നോക്കാം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 1.52 അതുപോലെ തന്നെ 2.01 ഇടയിലുള്ള പാർട്ട് എന്നാണ്. രണ്ടും പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവോ അല്ലെ രണ്ടും നെഗറ്റീവോ ആയാൽ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് വാല്യൂകൾ വരികയാണ്. രണ്ടും പോസിറ്റീവാണ് ഇപ്പോൾ ഇവിടെ വന്നത്, ഇവിടെ രണ്ടും നെഗറ്റീവാണ് വന്നത്. രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എന്നാൽ വലുതിൽ നിന്ന് ഇവിടെ ഈ കിട്ടുന്ന വാല്യൂ വലുതായിരിക്കും. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ എന്ത് ചെയ്യുന്ന രണ്ടും പോസിറ്റീവ് ആയാലും ഈ 2.01 എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ ആണ്. കാരണം 2.01 എന്ന് പറഞ്ഞാൽ 47 കിട്ടുക. അതിൽ നിന്ന് 1.52ൻ്റെ 43 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നോക്കുന്നത്, സെറ്റ് എന്ന് പറയുന്നത് രണ്ട് പോസിറ്റീവ് വാല്യൂവിൻ്റെ നടുക്കാണുള്ളത്. അപ്പോൾ ഇത് 0. ഇവിടെ നമ്മൾ 2.01 എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തോട്ടാണ് പോവാം. ഇത് 2.01. ഇവിടെയാണ് നമ്മൾ ഏത് 1.52 രണ്ടും പോസിറ്റീവാണ്. ഇതിന് ഇടയിലുള്ള വാല്യൂ എന്നാണ് നമ്മൾ അർത്ഥം. അപ്പോൾ ഇതിനിടയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, 2.01ൻ്റെ ടേബിൾ വാല്യൂ ആണ് ഈ കിട്ടിയ സാധനം. എത്രയാ? 0.4772. അതിൽ നിന്ന് ഇന്ന് നമുക്ക് ഏതാ മൈനസ് ചെയ്യേണ്ടത്? 1.52ൻ്റെ വാല്യൂ ആയത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിട്ടാ? 0.4778 മൈനസ് 0.4357 ആണ്. അപ്പോൾ 1 2 then 4 0.0421 എന്നാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ആൻസറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ കണ്ട് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ ഇത് വലുതാണ്, അത് കണ്ടിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ചെറിയ വാല്യൂ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള കിട്ടുമല്ലോ. ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള കണ്ടു, അതിൽ നിന്ന് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള എന്ത് ചെയ്തു, മൈനസ് ചെയ്താൽ ഈ പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്താ മൈനസും ചെയ്യുന്നത്. മൈനസിന് നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഇത് 0 ആണ്, മൈനസ് രണ്ടും മൈനസാണ്. എത്രയാ? 0.072 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരിക, ഇവിടെയാണ് വരിക. 0.75 ഇവിടെയാണ് വരിക. ഇവിടെയാണ് നമുക്ക് ഏത് വരിക, -1.52 വരിക. ഇനി നമ്മൾ -1.52ൻ്റെ ഏരിയ വാല്യൂ എത്രയാ? 0.4357. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? 75ൻ്റെ വാല്യൂ ആയിട്ടുള്ള 27434 എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്യും. അപ്പം ഇത് നമ്മൾ ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂയിൽ നിന്ന് ഇവിടുന്ന് മുതൽ ഇവിടത്തേക്കുള്ള വാല്യൂ മൈനസ് ചെയ്താൽ ഈ വാല്യൂ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഏത് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താണ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മറ്റ് പ്രോബ്ലംസ് വരുമ്പോൾ അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോബ്ലംസൊക്കെ പിന്നെ ക്ലാസ്സിലുള്ള ഗേൾസിൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇതിനെ തുടർന്നിട്ടുള്ള പ്രോബ്ലം പിന്നെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവർ അയച്ചു തരും. പിന്നെ ഞാനിവിടെ ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും ചെയ്യുകയാണ്. കാരണം ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എസ്എയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഫിറ്റിംഗ് എ നോർമൽ, ഫിറ്റിംഗ് എൻ എൻ ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എക്കാരൊക്കെ സാധ്യതയുള്ളതാണ് ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഫിറ്റ് ചെയ്യുമ്പോൾ ചില പ്രൊസീജിയർ പഠിച്ച് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യും. അത് നമ്മൾ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കുന്നത് അറിയാം. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഡയറക്റ്റായിട്ട് ചെയ്യുക
പിന്നെ ഉള്ളത് ഫൈൻഡ് ദി സെറ്റ് വാല്യൂ. സെറ്റ് കാണാനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ മ്യൂ അഥവാ എക്സ് ബാർ നമ്മളിപ്പോൾ മ്യൂ കണ്ടുപിടിക്കുന്നത് ഇതിന് മ്യൂ എന്നാണ് പറയുക. പോപ്പുലേഷൻ്റെ മീനായതുകൊണ്ടാണ് മ്യൂ എന്നാണ് പറയുക. ആ മ്യൂ കണ്ടുപിടിച്ച് എക്സ് ബാർ എക്സിൽ നിന്ന് മ്യൂ മൈനസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സെറ്റ് എന്ന് പറയുന്ന സാധനം. ഇനി ഫൈൻഡ് ദി ഏരിയ ഫോർ സെറ്റ് വാല്യൂസ്. സെറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ടേബിളിൽ നോക്കി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ ഉള്ളത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ഈച്ച് ക്ലാസ് ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് ക്ലാസ് പ്രോബ്ലം ചെയ്യുന്നത് പറയും. ഇനി ഡിഫറൻസ് കാണാം. നമ്മൾ നേരത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നതിന് പറഞ്ഞിട്ട് സെയിം സൈനാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മളോടുള്ള ചോദ്യം ഈ ചോദ്യം തന്നെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസം വരാതെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റിന് റിപ്പീറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. തന്നിട്ടുള്ളത് മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസുമാണ്. മാർക്കിന് 10 to 20 മുതൽ 70 to 80 വരെയുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് 10 to 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 4. അപ്പോൾ അത് ഫ്രീക്വൻസി. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക എക്സ് ബാർ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എക്സ് ബാർ കാണാൻ നമ്മൾ എന്തെങ്കിലും എക്സിൻ്റെ മിഡ് വാല്യൂ ചെയ്യുമ്പോൾ ആ മിഡ് വാല്യൂയുടെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് അതിൻ്റെ ടോട്ടലിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ച് നമ്മൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. അതിൻ്റെ എക്സ് ബാർ നമുക്ക് കിട്ടിയത് 44 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇതാണ്. സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ഇതിന് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ എക്സിൽ നിന്നും എക്സ് ബാർ എന്ത് മൈനസ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത്
കാണാം. ഏരിയ ഓഫ് ഈച്ച് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. ഈ ഏരിയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിക്ക് 200 ആണ് നമ്മുടെ എണ്ണായിട്ട് വരുന്നത്. 200 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള